നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 48ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ ഹാസിൻ്റെയും ഹാവിൻ്റെയും 14ാമത്തെ പാർട്ടാണ്. സോ കഴിഞ്ഞ 13 പാർട്ടുകളും കാണാത്തവർ തീർച്ചയായിട്ട് കാണണം. നമ്മൾ എപ്പിസോഡ് 35 മുതലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എപ്പിസോഡ് 35 മുതൽ 41 വരെ നമ്മൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസും അതിനുശേഷം 42 മുതൽ ഈ എപ്പിസോഡ് വരെ 48 വരെ നമ്മൾ ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസുമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ എപ്പിസോഡ് നമ്മുടെ ഹാവിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്. ഇവിടെ കൊണ്ട് നമ്മൾ തീർക്കുകയാണ് ഹാവിൻ്റെ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആശയം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ നോക്കി കഴിഞ്ഞു. സോ പ്രീവിയസ് എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ട് കാണണം. നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ആവശ്യമുള്ള ആശയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. സോ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കയറാം. ഹാവിൻ്റെ അവസാന ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഈ സീരീസ് കഴിഞ്ഞ ഉടനെ നമ്മൾ വെർബുകളെ പറ്റിയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. വെർബുകളുടെ 3 ഫോം, അതേപോലെ ആക്സിലറി വെർബ് എന്തൊക്കെയാണ് നമുക്കറിയാവുന്നതാണ്. ജസ്റ്റ് ഗ്രാമാറ്റിക്കലി വേർഡും അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് ഒരു എക്സാമ്പിൾ നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത് മാത്രമായിട്ട് സ്പെഷ്യൽ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. സോ എളുപ്പമാണ്, സംഭവം എളുപ്പമാണ്. ജസ്റ്റ് ഗ്രാമാറ്റിക്കലി പറയുന്നേ ഉള്ളൂ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. ജസ്റ്റ് ഗ്രാമാറ്റിക്കലി വേർഡ് പറഞ്ഞ് എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ ഒരു മെത്തേഡിൽ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട്, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രാമറും അങ്ങ് പഠിക്കുമല്ലോ. സംഭവം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംസാരങ്ങൾ തന്നെയാണ്. അത്രയേ ഉള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കയറാം. ഹാവിൻ്റെയാണ്. അപ്പോൾ ഹാവിന് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്നതിൽ തൊട്ട് ഹാസിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ എനിക്കുണ്ട്, എനിക്കുള്ളത്, എൻ്റെ കൈവശമുള്ളത്, എന്തെങ്കിലും കാര്യത്തിലുള്ളത്, എൻ്റെ ഫീലിങ്സിലുള്ളത്, അതേപോലെ മറ്റുള്ളവർക്കുള്ളത് എന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതൊരു മെയിൻ പാർട്ടാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു മെയിൻ പാർട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും, അതേപോലെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ പറയുവാനും കൂടിയിട്ടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനും പറയുവാനും കൂടിയിട്ടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. രണ്ടുപേരുടെ ആശയവും ഫംഗ്ഷനും സെയിം ആണ്. ഉപയോഗിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം. ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഏകവചനമായിരിക്കുമ്പോൾ നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നു. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ കൂട്ട് ഷീയെ, ഹിയെ, ഇറ്റ് എന്നിവ വരുമ്പോൾ ഹാസും, നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയോ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ പറ്റിയോ സംസാരിക്കാൻ നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ കൂട്ട് ദേയ, വിയ, യുവ എന്നിവ വരുമ്പോൾ ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ നമ്മൾ ഹാവിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഐ യഥാർത്ഥത്തിൽ ഏകവചനമാണ്. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ റൂൾ പ്രകാരം നമ്മൾ ഹാവിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ഐ യൂസ് ചെയ്യാവൂ. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. വേറൊന്നുമില്ല. ആശയമെല്ലാം സെയിമാണ്, ഉപയോഗിക്കുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ നോക്കിക്കൊള്ളുക. ഐയും ദേയും ബിയും ഒക്കെ ആയിരിക്കും അതിൽ സബ്ജക്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളൊക്കെ ആയിരിക്കും സബ്ജക്റ്റായിട്ട് വരുന്നത്. ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഇന്നത്തെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം. ഒന്നാമത്തത് ദേ ഹാവ് റിസീവ്ഡ് ദ പാഴ്സൽ. ദേ ഹാവ് റിസീവ്ഡ് ദ പാഴ്സൽ എന്ന് വെച്ചാൽ സാധാരണ കൊറിയർ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കാണുമല്ലോ. അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന വേർഡാണ്. ഫോണൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ബോസിനോടും അവരുടെ ഓഫീസിലും പറയുന്ന ഒരേ ഒരു കാര്യമാണ് ദേ ഹാവ് റിസീവ്ഡ് ദ പാഴ്സൽ. അവർ പാഴ്സൽ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു സംഭാഷണമാണത്. ദേ ഹാവ് റിസീവ്ഡ് ദ പാഴ്സൽ. അവർ പാഴ്സൽ റിസീവ് ചെയ്തിട്ടുണ്ട്. ദേ വന്നുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. അത്രേ ഉള്ളൊരു ഡിഫറൻറ്റ്. ഹാവ് ഉണ്ട് എന്നൊരു ആശയം കൊടുക്കാനും കൂടിയിട്ടാണ്. ദേ ഹാവ് റിസീവ്ഡ് ദ പാഴ്സൽ എന്ന് വെച്ചാൽ അവർ പാഴ്സൽ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഇതേപോലത്തെ ഒരു സെൻറ്റൻസാണ്. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ഈ സെൻറ്റൻസ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫീസിൽ, നമ്മുടെ വർക്ക് സൈറ്റിൽ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല എന്തെങ്കിലും ജോലി ചെയ്തോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് അതേപോലെ ഉപയോഗിക്കാം. ജോലി ചെയ്യണമെന്നില്ല, എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്താലും മതി. ഇതൊരു അപ്രീഷിയേഷൻ വാക്കാണ്, അഭിനന്ദിക്കുന്ന വാക്കാണ്. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. നീ ഒരു നല്ല ജോലിയാണ് ചെയ്തത്, അല്ലെങ്കിൽ നീ ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. നീ ഒരു നല്ല ജോലിയാണ്, നല്ല പ്രവൃത്തിയാണ് ചെയ്തതെന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യു ഹാവ് ഡൺ. ഇവിടെ യു വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. അതേപോലെ തന്നെ ഈ സെൻറ്റൻസിന് ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി ഒരു പേര് പറയും. ഈ ടൈപ്പിലുള്ള സെൻറ്റൻസിനെ എല്ലാ ക്ലാസ്സിലും ഒരെണ്ണം എടുക്കാറുള്ളതാണ്. അതിൻ്റെ പേരാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തുകൊണ്ടായെന്ന് വെച്ചാൽ അതായത് പാസ്റ്റ് ഈ സെൻറ്റൻസ് എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ അയാൾ ഒരു നല്ല പ്രവൃത്തി കുറച്ച് മുമ്പ് ചെയ്തു, അത് പാസ്റ്റ് ടെൻസിൽ നടന്നു. അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രയോജനം ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ഉണ്ടെങ്കിൽ
അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനാണെന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റിൽ ചെയ്ത കാര്യവും പ്രസൻറ്റിൽ അതിന് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷനോ എഫക്റ്റോ പ്രയോജനമോ ഉണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓർത്ത് വെച്ചിരിക്കുക. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. അതേപോലെ ഹാവും ഹാസും കഴിഞ്ഞിട്ട്, ഹാവ് ആയാലും ഹാസ് ആയാലും അത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് ഇവിടെ ഡൺ ആണ്. ആ ഡൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. അതായത് ആ വെർബിൻ്റെ V3 ഫോം എന്ന് പറയും. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ എടുക്കുന്നുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫുൾ എക്സാമ്പിൾ. അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകാം. അത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സാമ്പിൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാവും. നമ്മൾ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗ്രാമാറ്റിക്കലി അവരിങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് ഓർത്ത് വെക്കുക. അത്രേ ഉള്ളൂ അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് എന്ന് വെച്ചാൽ താങ്കൾ ഒരു നല്ല പ്രവൃത്തി ചെയ്തു എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. നമ്മൾ ഡെയിലി ആ സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. നമുക്ക് ഡെയിലി പറയുവാൻ ആവശ്യമുള്ള ഒരു വാക്കാണ്. ആരെങ്കിലും നല്ല പ്രവൃത്തി നമുക്ക് അവരെ അഭിനന്ദിക്കണ്ടേ? അങ്ങനത്തെ ഒരു വേർഡാണ് യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. താങ്കളൊരു നല്ല ജോബാണ് ചെയ്തത് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഹാവ് വെച്ചൊരു ക്വസ്റ്റ്യനാണ്. ഹാവ് യു എവർ സീൻ എ ഡോൾഫിൻ? ഹാവ് യു എവർ സീൻ എ ഡോൾഫിൻ എന്ന് വെച്ചാൽ, ഡോൾഫിൻ ഇല്ലേ, കടലിൽ മനുഷ്യനുമായിട്ട് കുറച്ചുകൂടെ ബന്ധമുള്ള സ്നേഹമുള്ള ഒരു ജീവിയാണ് ഈ ഫിഷാണ് ഡോൾഫിൻ. അപ്പോൾ ഒരാളിങ്ങനെ പറയുമോ, എൻ്റെ സുഹൃത്ത് എന്നോട് പറയാം, നീ ഡോൾഫിനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഹാവ് യു എവർ സീൻ എ ഡോൾഫിൻ? എവർ സീൻ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും, എവർ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും, സീൻ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടോ എന്ന്. ഹാവ് യു എവർ സീൻ എ ഡോൾഫിൻ? നീ എപ്പോഴെങ്കിലും ഡോൾഫിനെ കണ്ടിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഹാവ് യു എവർ സീൻ എ സൽമാൻ ഖാൻ ഓർ ഷാറുഖ് ഖാൻ? അങ്ങനെയൊക്കെ ചോദിക്കുക. ഷാറുഖ് ഖാനെ കണ്ടിട്ടുണ്ടോ, സൽമാൻ ഖാനെ കണ്ടിട്ടുണ്ടോ, അങ്ങനെ നമുക്ക് ചോദിക്കാം. നോ പ്രോബ്ലം. ഹാവ് യു എവർ സീൻ? എപ്പോഴെങ്കിലും നീ സൽമാൻ ഖാനെ കണ്ടിട്ടുണ്ടോ, എപ്പോഴെങ്കിലും നീ ഷാറുഖ് ഖാനെ കണ്ടിട്ടുണ്ടോ? നമുക്ക് അതേ സെൻറ്റൻസിൽ എക്സ്പ്രഷൻ വെച്ച് ചോദിക്കാം. ആ സെൻറ്റൻസുകൾ ഓർത്ത് വെക്കുക. നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന എക്സ്പ്രഷനുകളാണ്. അപ്പോൾ ഹാവ് യു എവർ സീൻ എ ഡോൾഫിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ഡോൾഫിനെ കണ്ടിട്ടുണ്ടോ എന്ന് കൊടുക്കാനാണ് അവിടെ ഹാവ് ആദ്യം ചേർത്ത് ആ സെൻറ്റൻസ് ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. ഹാവ് ആദ്യം വരുന്ന ടൈപ്പിലുള്ള ഒരു ഇൻട്രോഗേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് പറഞ്ഞതിനുള്ള വേർഡുകളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ അത് സെൻറ്റൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ്. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഹാവ് യു എവർ ബീൻ ടു ഫോറിൻ കൺട്രി? നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ UK പോയിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ സ്ഥിരം എല്ലാവരോടും ചോദിക്കുന്നതാണ്. ഹാവ് യു എവർ ബീൻ ടു ഫോറിൻ കൺട്രി? താങ്കൾ എപ്പോഴെങ്കിലും ഫോറിൻ കൺട്രി പോയിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹാവ് യു വന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവർ ബീൻ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും താങ്കൾ ഫോറിൻ കൺട്രി പോയിട്ടുണ്ടോ എന്നൊരു ആശയം കൊടുക്കാനാണ് എവർ ബീൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാവ് യു എവർ ബീൻ ടു ഫോറിൻ കൺട്രി? നിങ്ങൾ എപ്പോഴെങ്കിലും ഫോറിൻ കൺട്രി പോയിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹാവ് വെച്ചുള്ള ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓർത്തിരിക്കും ആ സ്ട്രക്ചർ ഫോർമേഷൻ. നമുക്ക് ആവശ്യമുള്ള ടൈപ്പാണ്. നമ്മൾ കോൺവെർസേഷനിൽ ആവശ്യമുള്ളതാണ്. റിവൈസ് ചെയ്ത് പോവുക. നമുക്ക് ആവശ്യം വരും, നമ്മൾ കോൺവെർസേഷനിലൊക്കെ ആവശ്യം വരുന്നതാണ്. നമുക്ക് പേടിക്കേണ്ട, നമ്മൾ കോൺവെർസേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അറ്റാച്ച് ആകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹാവിനെ ഒന്ന് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മതി. ഹാവ് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. കുഡ് ഐ ഹാവ് സം മോർ ടീ? ഇതിവിടെ ഹാവിന് നമ്മൾ ഇത്ര നേരം പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹാവിൻ്റെ കുറച്ച് എക്സ്പ്രഷനുകളാണ്. സെൻറ്റൻസുകൾ അനുസരിച്ച് ഹാവിൻ്റെ ആശയവും അർത്ഥവും മാറിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് സെൻറ്റൻസുകളാണ്. ഒന്നാമത് നമുക്ക് നോക്കാം. കുഡ് ഐ ഹാവ് സം മോർ ടീ? കുഡ് ഐ ഹാവ് മോർ സം ടീ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ചായ തരുമോ? നമ്മളിപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൻസിനോട് പറയില്ലേ കുറച്ച് ചായയും കൂടെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വേറെ എവിടെയും കടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയത്തില്ല കുറച്ച് ചായയും കൂടെ തരുമോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യനാണ്. കുഡ് ഐ ഹാവ് സം മോർ ടീ? കുഡ് യൂസ് ചെയ്യാം, നമുക്ക് ക്യാനും യൂസ് ചെയ്യാം. നോ പ്രോബ്ലം, 2 യൂസ് ചെയ്യാം. കുഡെന്ന് വെച്ചാൽ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട്. ക്യാനെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരോടൊക്കെ പറയാൻ നമുക്ക് കുഡ് യൂസ് ചെയ്യേണ്ട, ക്യാൻ യൂസ് ചെയ്താൽ മതി. ക്യാൻ ഐ ഹാവ് സം മോർ ടീ? കുറച്ച് ചായയും കൂടെ തരുമോ, കുറച്ച് ചായയും കൂടെ തരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്യാൻ ഐ ഹാവ് ഇവിടെ ഹാവിന് അർത്ഥം, അതിൻ്റെ കൂടെ ഹാവ് വന്നത് ഇതിന് ആശയം കൊടുത്തിരിക്കുന്നത് എനിക്ക് തരുമോ, തരൂ, എനിക്ക് വേണം എന്നുള്ളൊരാശയമാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് ചായയും കൂടെ വേണം അല്ലെങ്കിൽ തരുമോ എന്നുള്ളൊരാശയമാണ് അവിടെ ഹാവ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉണ്ടോ ഉള്ളതോ ഒന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ച ഗ്രാമാറ്റിക്കലിയുള്ള വേർഡുകളുടെ ആശയവും മീനിങ്ങേ അല്ല അവിടെ വന്നിരിക്കുന്നത്. അത് ആ സെൻറ്റൻസിനനുസരിച്ച് അവിടെ ഹാവിന് ഒരു മീനിങ് വന്നിരിക്കുകയാണ്. എനിക്ക് വേണം, തരുമോ, അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് ഫോമിലോട്ടായിരിക്കുകയാണ്. കുഡ് ഐ ഹാവ് സം മോർ ടീ? മോർ ടീ എന്ന് വെച്ചാൽ കുറച്ച് ചായയും കൂടെ, കുറച്ച് കൂടുതൽ. കുഡ് ഐ ഹാവ് സം മോർ ടീ? കുറച്ച് ചായയും കൂടെ വേണമോ, അങ്ങനെ ആ ഒരു റിക്വസ്റ്റ് ഫോമിലോട്ട് തരുമോ, വേണം, ഇങ്ങനെ എന്നുള്ള ഒരു ആശയം കൊടുക്കാനാണ് അവിടെ ഹാവ് വന്നിരിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹാവിൻ്റെ അവിടുത്തെ ഫംഗ്ഷൻ.
അപ്പം മനസ്സിലായല്ലോ ഹാവ് ഇവിടെ പല പല സെൻറ്റൻസുകളിലൊക്കെയാണ് വരുന്നത്. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തുകളിലൊക്കെയാണ് ഹാവ് വരുന്നത്. അന്നേരം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് ഫുള്ളായിട്ട് നോക്കുക, എന്തും അവിടെ മീൻ ചെയ്യുന്നത്, അതാണ് ആ ഹാവിൻ്റെ അർത്ഥം അവിടെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ഗ്രാമാറ്റിക്കലി ഡിക്ഷണറി അർത്ഥമേ അല്ല അവിടെ ഹാവ് യൂസ് ചെയ്യുന്നത്. ആ സെൻറ്റൻസിനനുസരിച്ച് ഹാവിൻ്റെ ആശയം അവിടെ മാറും. ഓർത്തിരിക്കുക. ഇതേപോലത്തെ ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്. അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ലെറ്റ്സ് ഹാവ് എ ഡിന്നർ. ലെറ്റ്സ് ഹാവ് എ ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് നമ്മളിപ്പോൾ 4-5 പേര് ഓഫീസ് സ്റ്റാഫൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഹാവ് എ ഡിന്നർ. വൈകുന്നേരം ഡിന്നറെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ അത്താഴമാണ് ഈവനിങ് കഴിക്കുന്നത്. അപ്പോൾ ഈവനിങ് നമ്മുടെ കൂടെ നമ്മുടെ ഓഫീസ് സ്റ്റാഫൊക്കെ വന്നു, നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഫുഡ് കഴിക്കാമെന്ന് വിളിക്കത്തില്ലേ, അതിന് പറയുന്ന അതേ വേർഡാണ്. ആ ആശയത്തിൽ എടുക്കാവൂ. ലെറ്റ്സ് ഹാവ് എ ഡിന്നർ, നമുക്ക് കഴിക്കാം, ഡിന്നർ കഴിക്കാം, വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാം എന്ന് പറയുന്ന അതേ സെൻറ്റൻസാണത്. ലെറ്റ്സ് ഹാവ് എ ഡിന്നർ, നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ മലയാളത്തിലുള്ള ആശയത്തിലോട്ട് അങ്ങ് എടുക്കുക. ലെറ്റ്സ് ഹാവ് എ ഡിന്നർ, നമുക്ക് ഫുഡ് കഴിക്കാം. ആ ഒരു കോളിംഗ് ഉണ്ട്. ലെറ്റ്സ് ഹാവ് എ ഡിന്നറിനകത്തൊരു കോളിംഗ് ഉണ്ട്. ഒരു ഫ്രീഡം വിളിച്ചിട്ടൊരു കോളിംഗ് ഉണ്ട്. ലെറ്റ്സ് ഹാവ് എ ഡിന്നർ, നമുക്ക് ഫുഡ് കഴിക്കാം എന്നൊരു ആശയമാണ് ലെറ്റ്സ് ഹാവ് എ ഡിന്നർ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാവ് വന്നത് കഴിക്കാമെന്നുള്ളൊരു ആശയമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിക്കാം എന്നൊരു ആശയമാണ് ഹാവിനവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഹാവിന് നമ്മൾ ഇതുവരെ പഠിച്ച മീനിങ്ങേ അല്ല അവിടെ വന്നിരിക്കുന്നത്. ആ സെൻറ്റൻസിനനുസരിച്ചുള്ള ഒരു മീനിങ് നമുക്ക് അവിടെ ചേർക്കേണ്ടി വന്നു ഹാവിൻ്റെ കൂടെ. ലെറ്റ്സ് ഹാവ് എ ഡിന്നർ എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ആശയത്തിലോട്ട് ആ ഹാവ് മാറുകയാണ്, ആ സെൻറ്റൻസിനെ മാറ്റുകയാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഹാവിൻ്റെ പല പല രീതിയിലുള്ള ഫോർമേഷൻ. സോ ഇങ്ങനെയൊക്കെയാണ് ഹാവിൻ്റെ ഓരോരോ ഫോർമേഷൻ. സോ ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഹാവ് ടുവിൻ്റെയാണ്. ഹാവ് ടുവിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് നിർത്താം. യു ഹാവ് ടു വിയർ യൂണിഫോം. യു ഹാവ് ടു വിയർ യൂണിഫോം എന്ന് വെച്ചാൽ ടീച്ചർ കുട്ടിയോട് പറയുക, യൂണിഫോം ഇടാൻ സ്കൂളിൽ വന്ന ഒരു കുട്ടിയോട് ടീച്ചർ പറയുക, നീ യൂണിഫോം ഇടണം. യു ഹാവ് ടു വിയർ എ യൂണിഫോം ഇൻ ക്ലാസ്. യു ഹാവ് ടു വിയർ എ യൂണിഫോം ഇൻ ക്ലാസ്. ഈ ക്ലാസ്സിൽ യൂണിഫോം ഇടണം എന്ന് ടീച്ചർ കുട്ടിയോട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഹാവ് ടു എന്ന് ഉദ്ദേശിക്കുന്നത് ഇടണമെന്ന് മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി എന്നൊരു ആശയമുണ്ട് അതിനകത്ത്. അത് നമ്മൾ ഊഹിച്ചെടുക്കണം, മറിഞ്ഞെടുക്കുന്നതാണ്. ഹാവ് ടു, ഹാസ് ടു രണ്ടും എവിടെ വന്നാലും അതിൻ്റെ പിറകിൽ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം, ഒരു അർജൻസി കാണും. അത് ചെയ്തേ പറ്റത്തുള്ളൂ, ആ കാര്യം അവിടെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ടീച്ചർ കുട്ടിയോട് പറയുവാണ് യു ഹാവ് ടു വിയർ യൂണിഫോം ഇൻ എ ക്ലാസ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ നീ യൂണിഫോം ഇടണം. അതിൻ്റെ പുറകിൽ അതൊരു അർജൻസിയാണ്, അവൻ്റെ റെസ്പോൺസിബിലിറ്റി, അവൻ ഇട്ടേ പറ്റത്തുള്ളൂ. ഇട്ടേ പറ്റത്തുള്ളൂ എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹാവ് ടു ചേർത്തിരിക്കുന്നത്. യു ഹാവ് ടു, യു വന്നുകൊണ്ട് കൂടിയാണ് അവിടെ ഹാവ് വന്നത്. അപ്പോൾ ഹാവിൻ്റെ കൂടെ ടു ചേർത്താൽ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണെന്നാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ആശയമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചെടുക്കണം. അത് ചെയ്തേ പറ്റത്തുള്ളൂ, ആ കാര്യം ആ സെൻറ്റൻസിൽ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ആരാണോ അയാൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ ആ കുട്ടി യൂണിഫോം ഇട്ടേ പറ്റത്തുള്ളൂ. അത് ഊന്നി പറയുകയാണ് ടീച്ചർ, യു ഹാവ് ടു വിയർ എ യൂണിഫോം ഇൻ ക്ലാസ്. നീ ക്ലാസ്സിൽ യൂണിഫോം ഇടണം, അത് തീർച്ചയായിട്ടും ഇടണം എന്ന് അവനെ നിർബന്ധിച്ച് പറയുകയാണ്. നമ്മൾ മലയാളത്തിൽ നിർബന്ധിച്ച് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു വേർഡാണ് യു ഹാവ് ടു വിയർ എ യൂണിഫോം ഇൻ ക്ലാസ്. നീ ക്ലാസ്സിൽ യൂണിഫോം ഇടണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഹാവ് ടുവിൻ്റെ ഒരു ആശയം. ഹാവ് ടുവും ഹാസ് ടുവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് മാത്രം നമ്മൾ ക്ലാസ് വരുന്നുണ്ട്. ഡോണ്ട് വറി, അത് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഓർത്തിരിക്കുക. അത് നമുക്ക് ഹാവിൻ്റെ മാത്രം എപ്പിസോഡ് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ആകുന്നതായിരിക്കും. അടുത്തൊരു സെൻറ്റൻസ് ഹാവ് ടു വെച്ച് ഒന്നുകൂടെ പറയാം. ഐ ഹാവ് ടു ഡ്രസ് അപ്പ്. ഇതൊരാൾ പറയാം, എനിക്ക് ഡ്രസ്സ് ചെയ്യണം, ഞാൻ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോവുക എന്നിങ്ങനെ പറയത്തില്ലേ, അതേ സെൻറ്റൻസാണ് ഐ ഹാവ് ടു ഡ്രസ് അപ്പ്. എനിക്ക് ഡ്രസ്സ് മാറണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് ഒരാൾ പറയുന്ന ഒരു സെൻറ്റൻസാണ്. നമ്മളും പറയത്തില്ലേ, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ല എവിടെ നിന്ന് പോകാൻ തുടങ്ങും, ഐ ഹാവ് ടു ഡ്രസ് അപ്പ്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ, എനിക്ക് ഡ്രസ്സ് മാറണം എന്ന് പറയത്തില്ല. അതേ സെൻറ്റൻസുള്ള അതേ ആശയമുള്ള സെൻറ്റൻസാണ് ഐ ഹാവ് ടു ഡ്രസ് അപ്പ്. ഇവിടെ ഞാൻ ഹാവ് ടു ചേർത്ത് പറഞ്ഞത് എനിക്ക് മാറിയേ പറ്റത്തുള്ളൂ, ഇപ്പം മാറണം, എന്നാലും എനിക്ക് പോകാൻ പറ്റത്തില്ല, എന്തൊരു അർജൻസി ഉണ്ട്. ചില വണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും, എൻ്റെ കൂട്ടുകാർ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ ഹാവ് ടു ഡ്രസ് അപ്പ്, എനിക്ക് ഡ്രസ്സ് മാറണം, എനിക്കിത് ഇപ്പം മാറിയേ പറ്റത്തുള്ളൂ, ഒരു അർജൻസി ഞാനിത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ ഹാവ് ടു ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹാവ് ടുവിൻ്റെ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാവിന് ഒരുപാട് രീതിയിൽ സെൻറ്റൻസുകളുടെ അർത്ഥമുണ്ട്. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് കൂടെ പറയാം. വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ മണി. ഒരു നെഗറ്റീവ് സെൻറ്റൻസാണ്. അതായത് നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ നമ്മൾ ഗ്യാങ് ആയിട്ട് എവിടെയെങ്കിലും ടൂർ പോവാം. അപ്പോൾ നമ്മുടെ കയ്യിലെ ക്യാഷ് തീർന്നു പോയി. അപ്പോൾ നമ്മൾ അടുത്ത ഗ്യാങ്ങിനോട് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ മണി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗ്യാങ് പറഞ്ഞു, ആ കൂട്ടം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ മണി ഇല്ല, ആവശ്യത്തിനുള്ള പൈസയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എക്സ്ട്രാ മണി ഇല്ലെന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ് വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ മണി. ഞങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ മണി, ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ മണി. അപ്പോൾ ഹാവിൻ്റെ ഒരു നെഗറ്റീവാണ് എടുത്തിരിക്കുന്നത്. ഹാവിന് നെഗറ്റീവ് ഫോമിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഡു വച്ചാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ മണി.
അങ്ങനെ നിങ്ങൾ പഠിക്കുക. ഞാൻ സ്ലാഷ് ചെയ്ത് വേറെ എഴുതിയിട്ടുണ്ട്. വി ഹാവ് നോ എക്സ്ട്രാ മണി. ഹാവ് നോ എക്സ്ട്രാ മണി എന്നും പറയാം. അങ്ങനെ പറയുന്നവരുണ്ട്, നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നവരുണ്ട്. പക്ഷേ നോർമലി നമ്മൾ ഡൂവും ഡസും വെച്ചാണ് നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇല്ല എന്ന് ഹാവിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ മിക്കവാറും ഫോം ചെയ്യുന്നത് ഡൂവും ഡസും വെച്ചാണ്. സോ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ മണി എന്ന് ഡോണ്ട് ഹാവ് ചേർത്ത് നമ്മൾ പറയാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പറയത്തുള്ളൂ. നമ്മൾ പുറത്ത് പോയാലും സിമ്പിളായി, ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്നതാണ്. സിമ്പിൾ ടെൻസ് ആണ് ഈ ഡൂവും ഡസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതേ കൂടുതൽ യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ പുറത്ത് പോയാലും ആൾക്കാർ അതേ കൂടുതൽ യൂസ് ചെയ്യുള്ളൂ. സോ വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ മണി എന്നായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുക. മറ്റേത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പറയാൻ ചില സ്ഥലത്ത് ഡയറക്റ്റ് ഹാവ് നോ പറയുന്ന ഒരുപാട് സെൻറ്റൻസിൽ നമ്മൾ ഓർത്തിരിക്കുക. നമ്മുടെ വായിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ മണി എന്ന് വരുന്നുള്ളൂ. കാരണം നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഡൂവും ഡസും വെച്ചാണ് എല്ലാവരും നേറ്റീവ് സ്പീക്കേഴ്സ്. കാരണം എല്ലാവരും സിമ്പിൾ ഭാഷയെ ഉപയോഗിക്കത്തുള്ളൂ. മറ്റേത് അറിഞ്ഞിരിക്കുക. ഹാവ് നോ വെച്ച് ഒരുപാട് സെൻറ്റൻസുകൾ പറയുന്ന വേർഡുകളുണ്ട്. അത് നമ്മൾ കോൺവെർസേഷനിൽ എടുക്കുന്നതായിരിക്കും. അറിഞ്ഞിരിക്കുക. ഇതും ശരിയാണ്. ബുക്സുകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്, ഹാവ് നോ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. രണ്ട് പേരുടെയും അർത്ഥം സെയിം തന്നെയാണ്. മറ്റൊരു ഡോണ്ട് ഹാവ് ചേർത്തു, ഇവിടെ ഹാവ് കഴിഞ്ഞിട്ട് നോയും ചേർത്തു. ആശയം രണ്ട് സെയിം തന്നെയാണ്, ഇല്ലെന്ന് തന്നെയാണ്. അതില്ലാതെ പുതിയ വേറെ അധികം ആശയങ്ങളൊന്നുമില്ല, സെയിം ആശയം തന്നെയാണ്. രണ്ട് മെത്തേഡാണെന്ന് മാത്രമേ ഉള്ളൂ എഴുതിയേക്കുന്നത്, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാവിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും വരുന്ന സെൻറ്റൻസുകളൊക്കെ നമ്മൾ കവർ ചെയ്തു. 42 മുതൽ എപ്പിസോഡ് 42 മുതൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സെൻറ്റൻസുകളിലൊക്കെ വരുന്ന ഫോർമേഷനുകളിലൊക്കെ നമ്മൾ കവർ ചെയ്തു. പിന്നെ കുറച്ച് ചില എക്സ്പ്രഷൻസ്, ഹാവ് എ നൈസ് ഡേ, അങ്ങനത്തെ ക്യാൻ ഐ ഹാവ് സം മോർ ടീ, ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷനുകളേ ഉള്ളൂ ഹാവ് വരുന്ന. കുറച്ച് എക്സ്പ്രഷനുകളേ ഉള്ളൂ. വേറെ അർത്ഥത്തിൽ നിന്ന് മാറിയിരിക്കുന്ന കുറച്ച് എക്സ്പ്രഷനുകളേ ഉള്ളൂ. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഹോട്ടൽ സംഭാഷണം, റെസ്റ്റോറൻറ്റ് സംഭാഷണത്തിലൊക്കെ അങ്ങനത്തെ കുറേ ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ഹാവിൻ്റെ ആശയങ്ങൾ, സെൻറ്റൻസ് വരുന്ന എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. കോൺവെർസേഷനിൽ വരുന്നത് തിയററ്റിക്കലായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ബുക്സൊക്കെ വായിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ ക്ലാസ്സുകളൊക്കെ പ്രയോജനമാണ്. ഹാവിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ ഗ്രാമർ പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ എക്സാമ്പിൾ സെൻറ്റൻസും പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഹാവിൻ്റെയും സ്ട്രക്ചർ, ഫോർമാറ്റും എക്സാമ്പിൾ സെൻറ്റൻസും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹാവിന് യൂസ് ചെയ്യാം. അപ്പോൾ അതേപോലെ അടുത്ത ക്ലാസ് വെർബിനെ പറ്റിയുള്ളതാണ്. അടുത്ത 2 എപ്പിസോഡും വെർബുകളെ പറ്റിയും ആക്സിലറി വെർബുകളെ പറ്റിയാണ്. എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എളുപ്പമാണ്. ജസ്റ്റ് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ്. അതിന് ഗ്രാമാറ്റിക്കലി ആൾക്കാർ ഒരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ആ ക്ലാസ് എടുക്കുന്നതായിരിക്കും അങ്ങനെ അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കുന്നത്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കാണുന്നവരും അറിഞ്ഞിരിക്കണം സംഭവം എന്തുവാണ്, കാര്യങ്ങളെന്നൊക്കെ എന്തുവാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. പക്ഷേ അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഫോർമാറ്റ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. എക്സാമ്പിൾ സെൻറ്റൻസ് റിവൈസ് ചെയ്താൽ മാത്രം മതി. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.